വീണ്ടും മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനായ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഷാജൻ സ്കറിയയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൻ്റെ അപ്പനും അമ്മയുമായി ഭക്ഷണം കഴിക്കുന്ന നേരത്ത് എന്ത് കാര്യത്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്യുക എന്ന് പോലും സൂചിപ്പിക്കാതെയാണ് വീട്ടിലേക്ക് ഇരച്ച് കയറി വന്ന പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോടായി പറഞ്ഞത്. ഷാജനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഉടുമുണ്ട് മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. മറ്റു വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പോലും പോലീസ് ഷാജനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഷാജൻ പറയുന്നത്. പിന്നീടാണ് ഷാജൻ സ്കറിയ തൻ്റെ ചാനലിലൂടെ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. അത് മാഹി സ്വദേശിനിയായ ഘാന വിജയൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതിയിന്മേലാണത്രേ ഷാജൻ സ്കറിയയെ പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിരവധി പ്രവാസികളായിട്ടുള്ള മലയാളികളെയും സ്വദേശികളെയൊക്കെ തട്ടിപ്പിന് ഇരയാക്കിയ കോടിക്കണക്കിന് രൂപയുടെ, അതും 400 കോടി രൂപയിൽ അപ്പുറം തട്ടിപ്പ് കേസിൽ പ്രതിയായ ഷിഹാബ് ഷായിക്കെതിരെ ഷാജൻ സ്കറിയ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഷിഹാബ് ഷായിയോടൊപ്പം ഉള്ള ഒരു യുവതിയാണ് ഈ ഘാന വിജയൻ എന്ന് പറയുന്ന മാഹി സ്വദേശിനി. അവരെക്കുറിച്ച് അപകീർത്തിപരമായിട്ടുള്ള വാർത്തകൾ ഷാജൻ സ്കറിയ നൽകിയതിലൂടെ തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതിന് തനിക്ക് മാനഹാനിയും അതേപോലെ ശാരീരികമായിട്ടുള്ള ഒരു ദുരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ആ യുവതി തൻ്റെ പരാതിയിന്മേൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ തനിക്കെതിരെ മറ്റ് ഗൂഢലക്ഷ്യമുള്ള സൈബർ പോലീസിൻ്റെ CI ആയിട്ടുള്ള നിയാസ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഷാജൻ സ്കറിയ ഇപ്പോൾ വ്യക്തമാക്കിയത്. തനിക്ക് തന്നോട് മുൻവൈരാഗ്യമുള്ള നിയാസ് ഈ പരാതിയിന്മേൽ ദുരുദ്ദേശപരമായിട്ടുള്ള നടപടികളും നിലപാടുകളും എടുക്കുമായിരുന്നുവെന്നാണ് ഷാജൻ സ്കറിയ ആരോപിക്കുന്നത്. ഏതായാലും തൻ്റെ അപ്പനും അമ്മയുമായി തൻ്റെ കാറിൽ യാത്ര ചെയ്യവേ തന്നെ ആരോ പിന്തുടരുന്നുവെന്നും മനസ്സിലാക്കിയ ഷാജൻ സ്കറിയ തൻ്റെ വാഹനം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിടുകയും അവിടെ കുറേ നേരം ചെലവഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ എത്തിയതെങ്കിലും വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ഇരച്ചു കയറുകയായിരുന്നുവെന്ന് ഷാജൻ സ്കറിയ പറയുകയുണ്ടായി. ഏതായാലും ഷാജൻ സ്കറിയയ്ക്ക് ഏത് കേസിലാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിരുന്നില്ല. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വാർത്തകൾ അത് പ്രസിദ്ധീകരിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നോട് വൈരാഗ്യമുള്ള, വിരോധമുള്ള ആളുകൾ അതാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാക്കുവാൻ അല്ല മനസ്സിലാക്കുവാൻ ഷാജൻ സ്കറിയയ്ക്ക് അത് വ്യക്തമായെന്ന് വരില്ല. അപ്പോഴും ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും പോലീസ് വാഹനത്തിലേക്ക് പോലീസ് ഷാജൻ സ്കറിയെ കയറ്റുന്നതിനിടയിലും പിണറായി വിജയനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് പിണറായിസം തുലയട്ടെ, തൻ്റെ മകൾക്കും മരുമകനുമൊക്കെ വേണ്ടി നിലകൊള്ളുന്ന പിണറായി വിജയൻ, അത്തരത്തിലുള്ള പിണറായി വിജയൻ്റെ ആ പിണറായിസം തുലയട്ടെ എന്ന് വലിയ വലിയ മുദ്രാവാക്യം മുഴക്കിയാണ് ഷാജൻ സ്കറിയ പോലീസ് വാഹനത്തിൽ കയറിയത്. ഏതായാലും ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഷാജൻ സ്കറിയയെ മജിസ്ട്രേറ്റ് പിന്നീട് ജാമ്യം അനുവദിച്ചു വിടുകയും ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് ഷാജൻ സ്കറിയ വ്യക്തമാക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.